ചില അശക്തമായ ശബ്ദങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശബ്ദങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പീലാത്തോസ് ക്രിസ്തുവിനെ വധിക്കുകയും ചെയ്തു. പീലാത്തോസിൻ്റെ ഭാര്യയെ നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞു, നിങ്ങൾ വിധിക്കുന്ന നീതിമാൻ ഉറക്കത്തിൽ വന്ന് എൻ്റെ സ്വപ്നം കെടുത്തുന്നുണ്ട്. വിധിക്കുന്നതും വധിക്കുന്നതും പീലാത്തോസ്, പക്ഷെ അദ്ദേഹം കൈകൾ കഴുകി. എന്നാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതൊരു നേർത്ത ശബ്ദമാണ്. ഒരു പക്ഷേ പീലാത്തോസിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പോകുന്ന ശക്തി ആ ശബ്ദത്തിലില്ലായിരുന്നു. എങ്കിലും ഇന്നും അത് ലോകസമക്ഷം കാലമധ്യത്തിൽ നീതിയുടെ ശബ്ദമായി നിലകൊള്ളുന്നു. അത് സ്വീകരിക്കപ്പെട്ടില്ല എങ്കിലും അത് നീതിയുടെ ശബ്ദമായി നിലകൊള്ളുന്നു. ആ അശക്തമായ ശബ്ദം നീതിയുടെ ശബ്ദമായി, ദൈവരാജ്യത്തിൻ്റെ ശബ്ദമായി നിലകൊള്ളുന്നു.